ഈ റെയിൽവേയുടെ 200 മീറ്റർ ഭാഗത്ത് മാലിന്യങ്ങൾ കുന്നുകൂടുമ്പോൾ അത് റെയിൽവേയുടെ ഉത്തരവാദിത്തം. അവിടെ യാത്രക്കാർക്ക് പഴിയില്ല, അവിടെ വരുന്ന ജനങ്ങൾക്ക് പഴിയില്ല. റെയിൽവേ നീക്കം ചെയ്തില്ല, അടിഞ്ഞു കിടക്കുന്നു, പ്ലാസ്റ്റിക് കൂനയായി മാറുന്നു. എന്നാൽ നഗരസഭയുടെ മറ്റു പ്രദേശങ്ങളിൽ ഇങ്ങനെ നമ്മൾക്ക് കാണുന്ന സ്ഥലങ്ങളിലടക്കം നഗരഹൃദയത്തിലടക്കം ഒഴുകുന്ന ആമയിഴഞ്ഞാൻ തോട് വർഷങ്ങളായി ഇങ്ങനെ പ്ലാസ്റ്റിക് മേൽപ്പാളി കൊണ്ട് നിറഞ്ഞ് മാലിന്യങ്ങൾ അടിഞ്ഞു കൂടി ഒഴുകുമ്പോൾ അതൊരു നഗരത്തിന്റെ അതെങ്ങനെയാണ്? റെയിൽവേ കുറ്റപ്പെടുത്തുന്നവർ മറ്റുള്ള സ്ഥലങ്ങളിൽ തങ്ങളുടെ മാലിന്യ സംസ്കരണത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തങ്ങളുടെ കഴിവുകേടാണെന്ന് സമ്മതിക്കണം. അല്ലാതെ റെയിൽവേ ഒരു ഭാഗത്ത് 200 മീറ്റർ ഭാഗത്ത് കുറ്റപ്പെടുത്തുന്നു, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയും അത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്, നമ്മൾ പ്ലാസ്റ്റിക് എറിയരുത്, ഒക്കെ ശരി. ഈ വ്യാപാരികളിൽ ചില വിഭാഗം അവർ ഇതിനെ അട്ടിമറിക്കുന്നുണ്ട്, അവർ ചാക്കുകൾ കെട്ടി ഇത് കളയുന്നുണ്ട്, അവർക്ക് ചില പിന്തുണയുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും. രാഷ്ട്രീയ ഭേദമന്യേ അവർക്ക് കയ്യാമ വയ്യാൻ കഴിയുന്നില്ല. ഇവർ കൊണ്ടുവന്ന മാലിന്യം തള്ളി ഈ വ്യാപാരികളുടെ അല്ലെങ്കിൽ ഇത്തരം വ്യവസായ പ്രമുഖരുടെയൊക്കെ സ്ഥാപനത്തിന്റെ മുന്നിൽ കൊണ്ട് കെട്ടിവെക്കാനുള്ള ആർജവൊന്നും ഇവിടെ ആർക്കും ഇതുവരെ ഇല്ല. ശ്രീ വി കെ പ്രശാന്ത്.